റയർ സ്പീഷീസ് നോട്ട് ഇറ്റ്. എടോ പരിശാസ്ത്രം, തന്റെ ഭാവി അറിയാൻ ഒരു സീറ്റ് എടുക്ക്. ഡയബോളിക് തത്തെ കൊണ്ടല്ല, താനെടുക്ക്. കരിങ്കുട്ടി സ്വാമി, വെരി ഗുഡ്. നിന്റെ ഭാവി കട്ടപ്പോക. ഇന്ന് മുതൽ നീ കൂട്ടിനകത്ത്, നിന്റെ തത്ത കൂട്ടിന് പുറത്ത്. ജോസഫ്, നോട്ട് ദിസ് കേസ്. ഹൂ ഈസ് ദിസ് സ്നേക്ക് മാൻ? ഞാൻ താ സർ. ഇതെന്ത് പാമ്പാണ്? 8 അടി മൂർഖ സാർ. ഇത് പാമ്പ് കടിച്ചാ 8 അടി നടക്കുമ്പോ സത്ത് പോയിട്ട് സാർ. എനിക്ക് 8 അടി വേണ്ടേ, ഒറ്റ അടി പോതും. മന്നിച്ചിടുങ്ക സാർ. റെക്കോർഡ് ദിസ് കേസ് ആൻഡ് മൂവ് ദ പേപ്പേഴ്സ് ഇമ്മീഡിയറ്റ്ലി. സർ, അതാരാടോ? നാടവൈദ്യനാ. എന്താ എന്തോടോ പാത്രത്തിൽ? എന്തോടെ ദേശീയ പക്ഷി പീകോക്ക് മയിൽ. അതിനെ പുഴുങ്ങി ഇടിച്ച് പിഴിഞ്ഞവൻ എണ്ണയാക്കി വിൽക്കുന്നു. ഈ മയിലിനെ FIR എഴുതി 6 മാസം ജയിലിൽ തള്ളു. രാജ്യദ്രോഹി. ഡയബോളിക് ഡ്യൂപ്ലിക്കേറ്റ് മയിലെന്നെ വിട്ട് ജനങ്ങളെ പറ്റിക്കുന്നു. IPC 406 420 120. മേലിൽ ഈ ഏരിയയിൽ അനധികൃതമായി പക്ഷികൾ, മൃഗങ്ങൾ ഇവയെ കൊണ്ടു നടക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നവരെ പോക്കിയെടുത്ത് അയക്കണം. കോടതി പറഞ്ഞാ മതി. കുറച്ച് ചൂടില്ല, പിന്നെ വിളിക്കാം. മുതലാളി പേടിക്കണ്ട, ഞാനുണ്ട്. അനിമൽ ഇൻസ്പെക്ടറായിട്ട് ഇങ്ങനെ തന്നെ വന്ന് നമ്മളെ ഭാഗ്യമാ. ആ പോക്ക് കണ്ടില്ലേ, മിന്നല് പോലെയാ. നമ്മള് ശരിക്ക് പിരികേറ്റി വിട്ട കാര്യം നടക്കും. നമസ്കാരം സാർ. ഇരിക്കാൻ പറഞ്ഞില്ല. അതല്ലേ ഞാൻ എഴുന്നേറ്റ് നിന്നത്. എഴുന്നേക്കാനും പറഞ്ഞില്ല. എന്താ വേണ്ടത്? മുതലാളി നമസ്കാരം. ഞാൻ അനിരുദ്ധൻ, ആന ഉടമസ്ഥ സംഘം മെമ്പറാ. എന്നാ ഇരിക്കേ. സാറിനെ പോലൊരു മിടുക്കൻ ഇൻസ്പെക്ടറെ ഇങ്ങോട്ട് സ്ഥലം മാറ്റി കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഇനി അവന്റെ കളി നടക്കില്ലല്ലോ. നരകിപ്പിക്കുക സാറേ ഒരു ആനയെ. അവന്റെ പ്ലാൻ വേറെയാ. കൊമ്പ് മുറിച്ചു വിറ്റ് മുങ്ങാനോ. അവൻ വീരപ്പനാണ് സാറേ. നമ്മൾ ചെന്നാലോ കൈകൊണ്ട് നേരിടും. എന്റെ സാറേ, കാരിരുമ്പിന്റെ കരുത്ത കൈ. എങ്ങനെ അറിയാം? എനിക്ക് കൊണ്ടുവരണ്ടേ? ഇതാണ് സ്പോട്ട്. സാറ് പോയി അർജുനെ ഒന്ന് കാണണം. അതാരാ? ആണോ? സഹിക്കില്ല സാർ, കൊല്ലാക്കൊല ചെയ്യുക. മൃഗപീഡനം ഞാൻ സഹിക്കില്ല. ഡയബോളിക് മിണ്ടാപ്രാണികളെ ദ്രോഹിക്കുന്ന സഹിക്കില്ല. അവന്റെ പേരും അഡ്രസ്സും തരൂ. വേർ ഈസ് ഹി? ഹൂ ഈസ് ഹി? വാട്ട് ഈസ് ഹി? കം ഓൺ. ഒന്ന് ആലോചിച്ച ഈ ഭാഗമപ്പ് ഒരു അനുഗ്രഹമായി പപ്പേട്ട. ബാങ്കുകാര് ഗൗരിയുടെ വീട്ടിൽ ഏലത്തിന് വെക്കും. അത് തിരിച്ചു മേടിച്ചു കൊടുക്കാന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരു 3 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ ഭാഗം പണയം വെച്ച ഒരു 2.5 ഒപ്പിക്കാം. എന്നാലും വേണം ബാക്കി 50. എന്തൊരു ക്രൂരമായ കാഴ്ചയാണിത്. കൃഷ്ണപ്രസാദ് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നിങ്ങൾ ഈ ആനയെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് പരാതി കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കാമെന്ന്. അയ്യോ സാർ, ഞാനങ്ങനെയൊന്നും. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഒരാന കൈവശം വന്നാൽ അത് ഫോറസ്റ്റ് ഓഫീസറെ എഴുതി അറിയിക്കണമെന്ന് നിയമമുണ്ട്. നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? അല്ല, അത് ഞാൻ. ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഈ ആനയെ മറിച്ച് കിടത്താറുണ്ടോ ദിവസത്തിൽ ഒരു തവണയെങ്കിലും? ഒരിക്കലും നമുക്ക് ആനയെ മറിച്ച്. ഇല്ലയോ? ഇല്ല സാർ. കേരള ക്യാപ്റ്റീവ് എലിഫന്റ് റൂൾസ് പ്രകാരം ആനയുടെ അസുഖത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ആനയുടമ ഒരു റെക്കോർഡ് സൂക്ഷിക്കണമെന്നുണ്ട്. താങ്കൾ സൂക്ഷിച്ചിട്ടുണ്ടോ? അതൊരിക്കലും നമുക്ക്. ഉണ്ടോ ഇല്ലയോ? അതില്ല. ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ട് ആനയെ പരിശോധിപ്പിക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഇല്ല. നാട്ടുവൈദ്യനോ? നാട്ടുവൈദ്യനോ? What stupidity you're talking. I can't tolerate this. നിങ്ങൾ ഏത് യുഗത്തിലാണ് മിസ്റ്റർ ജീവിക്കുന്നത്? ആനയെ സംരക്ഷിക്കാനുള്ള ഒരു വ്യവസ്ഥയും നിങ്ങൾ പാലിക്കുന്നില്ല. ജന്തുദ്രോഹം ക്രിമിനൽ ഒഫൻസ് ആണെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് സാർ. നിങ്ങളുടെ ആനയെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. അയ്യോ സാർ, ചതിക്കരുത്. ഈ എന്റെ അർജുനെ ഞാൻ സാറിന്റെ കാല് പിടിക്കാം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കോടതി ബോധ്യപ്പെടുത്തിയാൽ മതി. ജോസഫ്, ആനയെ ജിപ്പിക്കറ്റോ? അല്ല, ആന ഉടമസ്ഥനെ ജിപ്പിക്കറ്റോ? ഞാനൊരു വൈൽഡ് ലൈഫാ. മനസ്സിലായില്ല. മൃഗസ്നേഹിയായ പാപ്പാൻ. പേര് പപ്പൻ. ഈ ഡയബോളിക് ആദ്യം കേട്ട്. യുവർ ഓണർ, ഡിഫൻഡന്റായ കൃഷ്ണപ്രസാദ് ആനയെ വേണ്ടും വിധം പരിപാലിക്കുന്നില്ല എന്നാണ് XPCA ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. മൃതപ്രായനായി ഉടമസ്ഥം പോലും ഉപേക്ഷിച്ച ഒരു ആനയാണ് എന്റെ കക്ഷി ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നത്. മാത്രമല്ല, എന്റെ കക്ഷി ഒരു തികഞ്ഞ ആന സ്നേഹി കൂടിയാണ്. പ്രസിദ്ധ ആനവൈദ്യൻ ചന്ദനക്കാടനാണ് ആനയെ ചികിത്സിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ ആന ആദ്യം ചികിത്സിക്കാൻ വന്നപ്പോ ഇത് രക്ഷപ്പെടുന്നു ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഇപ്പതാ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങി. അതൊക്കെ ഈ കൃഷ്ണപ്രസാദ് ഒറ്റ ആളുടെ ഇച്ഛാശക്തി കൊണ്ടാ. ഇത്ര നല്ലൊരു ആനപ്രേമിയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല.
ഡിഫൻഡന്റ് ഒരു ആനസ്നേഹിയാണെന്നും അയാൾ ചെയ്തത് ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണെന്നും കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതേസമയം തന്നെ SPCA ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടും കോടതിക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. 1 ലക്ഷം രൂപയ്ക്കുള്ള കരുതൽ നിക്ഷേപത്തിന്മേലും 2 പേരുടെ ആൾ ജാമ്യത്തിന്മേലും ആനയെ ഡിഫൻഡന്റ് കൃഷ്ണപ്രസാദിന് വിട്ടുകൊടുക്കാനും 3 ദിവസത്തിനുള്ളിൽ അതിന് സാധിക്കാത്ത പക്ഷം ആനയെ മൃഗസംരക്ഷണ വകുപ്പിലേക്ക് കണ്ടുകെട്ടുന്നതിനും ഈ കോടതി ഉത്തരവിടുന്നു. നമ്മുടെ അർജുനൻ 1 ലക്ഷം രൂപ അത് 3 ദിവസത്തിനുള്ളിൽ നിനക്ക് കഴിയോ? ഇല്ല പപ്പേട്ട, ഞാൻ വിട്ടുകൊടുക്കില്ല. നമ്മുടെ അർജുനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. സാറേ, സന്തോഷായി സന്തോഷായി. നന്ദിയുണ്ട്. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുണ്ട്. എന്നാ പിന്നെ സാറങ്ങാട്ട് പപ്പേട്ട നന്ദി. കാലം പോയ പോക്കേ. എന്റെ കർത്താവേ, ആനക്ക് എസ്കോർട്ടാ. അയ്യോ നീ ഓടി വിളിക്കണ്ട. നീ ഓടി വിളിക്കുന്ന സാധനം ഓടി കിടക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അമ്മോ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആഹാ, ദൈവന്മാര് വന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് സംഗതി എനിക്ക് മനസ്സിലായത്. എനിക്ക് സങ്കടമുണ്ട്. ആ, ഇതാ 1 ലക്ഷം രൂപ. ഇത് നീ കോടതി കെട്ടിവെച്ച് നീ നിന്റെ ആനയെ തിരിച്ചു പിടിക്കും. നന്ദിയുണ്ട് പറയതേട്ടാ. ആധാരം. ആധാരോ? എന്തിന്? തന്ന ഈ തുകയ്ക്കുള്ള ഈടായിട്ട്. എന്നെ കുറിച്ച് നീ എന്താ കരുതിയിരിക്കുന്നത്? ഞാൻ ഒരു മൂരാച്ചിയാണെന്നു? കർത്താവിന് നിരക്കാത്ത ഒന്നും ഈ വറുതി ചെയ്യില്ല മോനെ. അന്യന്റെ കണ്ണീര് പിഴിഞ്ഞെടുത്ത് പനിനീരിൽ കുളിക്കുന്ന സ്വഭാവം വറുതിനില്ല. ഈ ആധാരം നീ തന്നെ വെച്ചോ. പാടില്ല പറയതേട്ടാ. കരുണ കാണിക്കുന്നില്ല വേണ്ടപ്പെട്ടവര് പോലും. പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളായ നിങ്ങൾ മനസ്സ് കാണിക്കാൻ നിന്നാ നിങ്ങളുടെ കുടുംബം പട്ടിണിയാവും. ഇത് വാങ്ങണം. അതാണ് അതിന്റെ ശരി. വാങ്ങിച്ചോളൂ. ഇവിടെയും കൂടെ. സാറേ, സാറേ, 20 കൊല്ലം ഈ ആന അതിന്റെ ഉടമസ്ഥന് വേണ്ടി കാശുണ്ടാക്കി. അവസാനം അവനൊന്ന് വീണപ്പോ വിഷം കുത്തിവെച്ച് അവരവനെ കൊല്ലാനാ നോക്കിയത്. അതറിഞ്ഞ ആനയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പരക്കം പാഞ്ഞപ്പോ ഒന്നും നോക്കാതെ മുന്നോട്ട് വന്നതാ സാറേ എന്റെ പ്രസാദ്. ഞാൻ പറയട്ടെ, അതിന്റെ പേരിൽ അവൻ വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്താ. അവന് ഉപദ്രവിച്ച ദൈവം പോലും പൊറുക്കില്ല സാറേ. സാറിന് യഥാർത്ഥ പ്രതികളെ കാണണമെങ്കിൽ ചെല്ലി അഞ്ചുതന്റെ ആനപ്പന്തിലേക്ക്. അവിടെ കാണാം യഥാർത്ഥ പീഡനം. ആനത്തം കാണിക്കണ്ട അങ്ങനെയാണ് സാറേ, അല്ലാതെ ഞങ്ങളെ പോലെ പാവങ്ങൾ ഉപദ്രവിച്ചിട്ടല്ല. പപ്പേട്ടനോട് വരാനില്ലേ പറഞ്ഞത്? എവിടെയോ പിഴവ് പറ്റിയിട്ടുണ്ട്. ജോസഫ് സാർ, ജീപ്പ് എടുക്ക. എന്താ സാർ ഇവിടെ? ഒന്നുമില്ല, വെറുതെ ഒരു കോമഡി കാണിക്കാൻ വന്നു. എന്താ ബുദ്ധിമുട്ടായോ? നോ നോ നോ, വിത്ത് പ്രഷർ. കമാൺ. എന്താടോ ഇത്? ആനപ്പിണ്ടം. അതല്ല, ഈ കാലിലുള്ളത് എന്താണ്? നഖം മുറിച്ചപ്പോ നെയിൽ കട്ടർ കൊണ്ടതാ. അത് വെറും മുറിവല്ല, ചട്ടവ്രണം. ആനകളെ അമിതമായി ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂത്രം. ഉണങ്ങാൻ അനുവദിക്കാതെ ദേഹത്ത് മനഃപൂർവ്വം സൂക്ഷിക്കുന്ന മുറിവ്. ഇനി മതയാനയാണെങ്കിലും ശരി, ഈ മുറിവിലൊന്ന് വിരൽ ഞൊടിച്ചാ മതി, അവൻ കൊമ്പൂത്തി നിലത്തിരിക്കും. ചട്ടവർണ്ണം ഉണങ്ങാതെ സൂക്ഷിക്കുന്ന നിയമവിരുദ്ധമാണ്. ഈ ഒറ്റ കാരണം മതി തന്റെ മുതലാളിയുടെ പേരിൽ ക്രിമിനൽ കുറ്റം ചുമത്താൻ. അറിയാമോ മിസ്റ്റർ എന്താ? പുളിക്കത്തറ. മിസ്റ്റർ തറേ, നിങ്ങളുടെ ശത്രുവിനെ ദ്രോഹിക്കാൻ എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചപ്പോ നിങ്ങൾ ഓർത്തില്ല എന്റെ പേര് മിന്നൽ എന്നാണെന്ന്. ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. അതെ സാർ, എല്ലാം മറക്കണം. വേണ്ടതുപോലെ കണ്ടോളാം. കൈക്കൂലി? മിസ്റ്റർ, ഞാൻ പരീക്ഷ പാസ്സായത് കോഡ് കൊടുത്ത് മാർക്ക് തിരുത്തിയല്ല, മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച. അതുകൊണ്ട് കൈക്കൂലി ഇത് കേട്ടാൽ എന്റെ കണ്ണ് മഞ്ഞളിക്കില്ല. തന്നെ എന്റെ മുതലാളി ഞാൻ അഴി എണ്ണിക്കാം. താൻ കോപ്പ് കാണിക്കും. തനിക്ക് എന്നെ അറിയില്ല. രാഷ്ട്രീയത്തിലെ എന്റെ ഹോൾഡ് അറിയോ? ഞാൻ വിചാരിച്ചോണ്ടല്ലോ. സ്ഥലം മാറ്റം എന്നായിരിക്കും. അതിനും തനിക്ക് എന്നെ തോപ്പിക്കാനാവില്ല. സ്ഥലം മാറ്റാൻ പോകുന്നത് അട്ടപ്പാടിയിലോട്ടോ മുത്തങ്ങയിലോട്ടോ ഒക്കെ ആയിരിക്കുമല്ലോ. അവിടേക്ക് ഒരു ട്രാൻസ്ഫറിനെ കൊതിച്ചിരിക്കും. കാരണം ഞാനൊരു പ്രകൃതി സ്നേഹിയാണ്. നിന്നെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? സാരമില്ല, തിരിച്ചു വരാമെന്ന് വാക്ക് കൊടുത്തിട്ടല്ല ഞാൻ ബീവി ഖദീജയോട് യാത്ര പറഞ്ഞു പോരാറ്. യു ഗോട്ട് മീ? ജോസഫേ, ജന്തുദ്രോഹ നിയമത്തിലെ സകല വകുപ്പും ചേർത്ത് ഇയാൾക്കെതിരെ FIR തയ്യാറാക്കാം. ഓക്കെ സാർ. മിസ്റ്റർ അനിരുദ്ധൻ, ഇനി ഇതിന്റെ പേര് നിങ്ങൾ എന്നെ ഡിസ്മിസ് ചെയ്യിച്ചാലും നോ പ്രോബ്ലം. എന്റെ കെട്ടിയോള് ഖദീജയുടെ പേരിൽ കാഞ്ഞിരപ്പള്ളി കുറച്ച് റബ്ബർ മരങ്ങളുണ്ട്. ഞാൻ ജീവിക്കും. അതങ്ങ് ചൊരത്തും. ഈ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാ. കൈ കിട്ടിയ ആധാരം പോയി ചൂടോടെ പണയം വെച്ചു 1 ലക്ഷം കണ്ടെത്താൻ. അർജുനെ മാത്രമേ പോർത്തുള്ളൂ. ഏട്ടനെങ്ങനെ അറിഞ്ഞ തീർന്നു. ഇല്ല ഇല്ല.
പക്ഷേ ഗൗരിയുടെ വീട് ലേലം കൊള്ളേണ്ട കാര്യ 3 ലക്ഷമെങ്കിലും കണ്ടെത്തണ്ടേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ ഡേബോളി കാലം മാറണ ഇതിനൊക്കെ കാരണം അവന്റെ തലയിൽ ഇടുത്തി വീഴും. കേട്ടു, സാരമില്ല. ചമ്മ എനിക്ക് നല്ല ശീലമാണെന്ന് എന്റെ ബീവി ഖദീജ പറയാറുണ്ട്. എന്താ സാറേ ഈ വഴിക്ക്? പേടിക്കണ്ട, ഞാനിപ്പോ മിന്നൽ ബാബു അല്ല, വെറും ബാബുവാ. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ നിങ്ങളെ ദ്രോഹിച്ചത്. പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ഒരു ഉഗ്രൻ ചാർജ് ഷീറ്റ് അനുജത്തിന് നൽകിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും എന്നോട് ക്ഷമിച്ചിട്ട്. അല്ല, ഞങ്ങളതിന് തന്നെയും തന്റെ ആനപ്രേമത്തെയും കുറിച്ചുള്ള കഥകൾ ഞാൻ നിമിഷം പ്രതി കേൾക്കുകയാണ്. ഡയബോളിക് ഡയബോളിക്. മനുഷ്യനടക്കം എന്തിനേയും കൊന്നു തിന്നാനും വിറ്റ് തൊലയ്ക്കാനും മത്സരിക്കുന്ന ഈ ലോകത്ത് താൻ വേറിട്ടൊരു ശബ്ദമാണ്. ശരി, എന്റെ ആവശ്യം വരികയാണെങ്കിൽ ഒരിക്കലും വിളിക്കാൻ മടിക്കരുത്. അന്ന് വന്ന സാറ് തന്നെയാണ് ഈ സാറ്. സർവീസിൽ ഞാൻ മിന്നൽ ബാബുവാണ്. നല്ലവർക്ക് ആ മിന്നൽ വൈദ്യുതിയാക്കി ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ഷോക്കും. വരട്ടെ. അർജുനം എടുക്കണ ഉറപ്പാ. ദേ, എന്റെ നാക്ക് കരുതാക്ക. എന്റെ ബീവി ഖദീജ എപ്പോഴും പറയാറുണ്ട്. എന്തൊരു നല്ല മനുഷ്യനല്ലേ. പനഞ്ചക്ര പോലത്തെ മനുഷ്യൻ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയൊരു പ്രശ്നം മിന്നിപ്പോയതാ. എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. മുള്ളൂർക്കരയിൽ ഒരു ഡാൻസ് സ്കൂളിലാ. അതിനടുത്ത് തന്നെ ചെറിയൊരു വീടും വാടകയ്ക്ക് എടുത്തു. ഞാനും അമ്മയും അങ്ങോട്ടേക്ക് മാറിയല്ലെന്ന് ആലോചിക്കാം. ഇത്ര ധൃതി വെച്ച് മാറല്ലേ നല്ലത്. ഗൗരിയുടെ ഇഷ്ടം പറയാൻ ഞാൻ ആരുമില്ലല്ലോ. പ്രസാദേ, ഞാൻ കേട്ടത് ശരിയാണോടാ? ആധാരം നീ പണയം വെച്ചോ? ഏട്ടാ, ഞാൻ പണയം വെച്ചോന്ന്. എന്ത് ഭാവിച്ചാ നീ? എന്തിനുള്ള പുറപ്പാടാ? എല്ലാം മുടിച്ച് അടങ്ങുന്നാണോ? അത് ഒരു വാക്ക് ചോദിച്ചോ നീ? എടാ, ഏട്ടൻ ദൈവമാണെന്ന് വാക്കി പോരാ, കർമ്മത്തിലും വേണം. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ഞാനിപ്പോഴും ഒരു കൊച്ചു കുട്ടിയായിരുന്ന ഏട്ടന്റെ മനസ്സിൽ. അവരെയല്ലേ തല്ലുകയും ശാസിക്കുകയൊക്കെ ചെയ്യാൻ പറ്റൂ. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി. ഇത് ആനവാല. ഞാൻ നാളെ വീട്ടിലേക്ക് പോവാ. ഇനി എന്റെ കുഞ്ഞുണ്ണി എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ? എന്തേ കുഞ്ഞുണ്ണി? പപ്പേട്ട, ഈ ഒരു അവസ്ഥയില് പപ്പേട്ടനും കൂടി എന്നെ വിട്ടു പോയാ? അറിയാഞ്ഞിട്ടല്ല, പക്ഷെ കഴിയണില്ല. അടുപ്പിൽ തീ കായണ്ടേ. 2 പെൺമക്കളാണ് എനിക്ക്. അവറ്റകളെ ഊട്ടണ്ടേ. ഇത്രയും നാള് കാത്ത് ഒന്ന് എഴുന്നേറ്റാ മതിയായിരുന്നു. പക്ഷേ ബ്രോക്കർ കൃഷ്ണേട്ടനെ അങ്ങാടിൽ വെച്ച് കണ്ടപ്പോഴാണ് കാര്യം പറഞ്ഞത്. എന്നോടൊന്ന് വീട് വരെ ചെല്ലാൻ, അല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങിച്ച് കൊടുത്തയക്കാൻ. ഈ കാരക്കൂല് ഭഗവാന് സമർപ്പിച്ച് നാളെ ഞാൻ മടങ്ങും. മറ്റൊരാനക്കും പാപ്പമണി വയ്യ. വേറെന്തെങ്കിലും പണി നോക്കണം. സാരമില്ല പപ്പേട്ട, എനിക്ക് മനസ്സിലാവും പപ്പേട്ടന്റെ സങ്കടം. മക്കളെ നോക്കണം, കുടുംബം നോക്കണം. ആർക്കും വേണ്ടാത്ത എനിക്ക് വേണ്ടി. നിന്റെ കാശിരിപ്പുണ്ടോ? ഇന്ന് നന്നായിട്ടൊന്ന് കഴിക്കണം, അല്ലാതെ ഉറങ്ങാൻ കഴിയില്ല എനിക്ക്. ഞാനും വരാൻ പപ്പേട്ട. ഇന്ന് എനിക്കും കഴിക്കണം. നമുക്ക് ഒരുമിച്ച് കഴിച്ച് എല്ലാം നമുക്ക് അങ്ങോട്ട് മറക്കാം. നിനക്കറിയോ, എന്റെ അർജുനന് 5 വയസ്സുള്ളപ്പോ ഒപ്പം കൂടിയതാ. എന്റെ മോനെ പോലെ ഞാൻ അവനെ സ്നേഹിച്ചു. ഇപ്പൊ പിരിഞ്ഞു പോകുമ്പോ നെഞ്ചിന്. അതെ, രണ്ടുകൂടി. ചേട്ടന്റെ ഷാപ്പിൽ ആനമൈക്ക് കഴിച്ചാൽ ഇതെല്ലാം ഇല്ല അപ്പുറവും തോന്നും. ഞാൻ
ഞാൻ കരുതൂല സ്വപ്നം. അർജുന് അത് സ്വപ്നോടാ. അതെ ഞാനെങ്ങനെ നീയുണ്ട് സ്വപ്നത്തിൽ, അതുകൊണ്ട് തോന്നുന്ന. അല്ല പപ്പേട്ട, ഇത് സത്യ. നോക്ക്, ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല. പറ്റിറങ്ങിയാൽ എന്തെങ്കിലും പറയാൻ പറ്റും. നമുക്ക് പറ്റിറക്കാം. പറക്കാം. ആ നോക്കി, നോക്കി. അർജുനൻ, നമ്മുടെ അർജുനൻ.